കേരളത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് PSC ക്ഷണിച്ചിട്ടുണ്ട്. വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. കേരളത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആവാൻ ആഗ്രഹമുള്ളവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 15/5/2024 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 19/6/2024 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ PSCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ 078/2024 എന്ന കാറ്റഗറി നമ്പറിലൂടെ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ സാധിക്കും. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. 75,400 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റാണ്. കോട്ടയത്ത് കറക്റ്റായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും എറണാകുളം 6 വേക്കൻസി ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. 2/1/1994 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC STക്ക് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് SSLC ഉണ്ടാവണം. SSLCൻ്റെ കൂടെ എ പാസ് ഇൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി അത് നിങ്ങൾ കേരളത്തിൻ്റെ കീഴിൽ നിന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിൻ്റെ കീഴിൽ നിന്നില്ലെങ്കിൽ കർണാടക, തമിഴ്നാടൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സ്റ്റേറ്റിൻ്റെ കീഴിലുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി SSLCൻ്റെ കൂടെ നിങ്ങൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ എനി ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റെഗുലർ കോഴ്സായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ട് അപേക്ഷിക്കാം. അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ അപേക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ മെത്തേഡ്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സ് ഓഫ് ദി ആർമഡ് ഫോഴ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആർമിയിൽ ഫിസിക്കൽ ട്രെയിനിങ് കോർപ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ നേവിയിലുള്ളവർക്ക് അപേക്ഷിക്കാം. എയർഫോഴ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി റെഗുലറായിട്ട് നിങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെയാണ് പറയുന്നത്. എനി ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റെഗുലറായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ BPEd അതുപോലെ തന്നെ MPEd എക്സെട്ര തുടങ്ങിയിട്ടുള്ള ഡിഗ്രിയൊക്കെ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷനൊക്കെ പഠിക്കുന്ന നിരവധി പേരുണ്ടാവും, പഠിച്ചു കഴിഞ്ഞ നിരവധി പേരുണ്ടാവും കേരളത്തിൽ. അപ്പോൾ യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.